ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. നെയ്മർ ജൂനിയർ അവസാനത്തെ 2 മത്സരങ്ങളിൽ സാന്റോസിന് വേണ്ടി നടത്തിയ പ്രകടനം അത് പലർക്കും വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുള്ള ഒന്നാണ്. കാരണം കാൽമുട്ടിൽ പരിക്കേറ്റുകൊണ്ടാണ് നെയ്മർ ജൂനിയർ ഇപ്പോൾ കളിക്കുന്നത്. സ്പോർട്ടിനെതിരെയുള്ള മത്സരത്തിൽ ഒരു ഗോളും ഒരു അസിസ്റ്റും നേടിക്കൊണ്ട് ടീമിനെ രക്ഷിച്ചു. മാത്രമല്ല ഇപ്പോൾ യുവന്റഡക്കെതിരെയുള്ള മത്സരത്തിൽ ഹാട്രിക് നേടിക്കൊണ്ടാണ് നെയ്മർ ജൂനിയർ ടീമിനെ രക്ഷിച്ചിട്ടുള്ളത്. അങ്ങനെ റെലഗേഷൻ സോണിൽ നിന്നും ഇപ്പോൾ സാന്റോസ് രക്ഷപ്പെടുകയാണ്. അതുകൊണ്ട് തന്നെ അടുത്ത സീസണിൽ നെയ്മർ ജൂനിയർ ക്ലബിനകത്ത് ഉണ്ടാകുമോ? അത് ആരാധകർക്ക് അറിയേണ്ട കാര്യമാണ്. കാരണം നെയ്മറുടെ സാന്റോസുമായുള്ള കോൺട്രാക്ട് ഈ ഡിസംബർ മാസത്തോടു കൂടി അവസാനിക്കുകയാണ്. കോൺട്രാക്ട് പുതുക്കുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ യാതൊരുവിധ വ്യക്തതകളും ഇല്ല. ഏതായാലും ഈ ചോദ്യത്തിനുള്ള മറുപടി നെയ്മർ ജൂനിയർ തന്നെ നൽകിയിട്ടുണ്ട്. അദ്ദേഹത്തോട് ചോദിച്ചത് ഇങ്ങനെയാണ്: അടുത്ത മത്സരം സാന്റോസിനോടൊപ്പമുള്ള അവസാനത്തെ മത്സരമാണോ, അതോ അടുത്ത സീസണിലും ഈ ക്ലബിനകത്ത് തുടരുമോ? അതിന് നെയ്മർ നൽകിയ മറുപടി ഇങ്ങനെയാണ്: സത്യം പറഞ്ഞാൽ എനിക്ക് അറിയില്ല. ആദ്യം എനിക്ക് ഈ സീസണും ഈ ബ്രസീലിയൻ ലീഗും പൂർത്തിയാക്കണം, എന്നിട്ട് അതിനുശേഷമാണ് ചിന്തിക്കുക. ഇതാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തോട് ഒരു മറുചോദ്യമുണ്ട്: എന്താണ് നിങ്ങളുടെ ആഗ്രഹം? എൻ്റെ ആഗ്രഹം എന്നും സാന്റോസ് ആണ് എന്നാണ് നെയ്മർ ജൂനിയർ ഇതിന് മറുപടി പറഞ്ഞിട്ടുള്ളത്. അതായത് സാന്റോസിനകത്ത് തുടരാൻ നെയ്മർ ജൂനിയർക്ക് താല്പര്യമുണ്ട് എന്നും താൻ പരിഗണന നൽകുന്നത് സാന്റോസിന് തന്നെയാണ്. പക്ഷെ ഒരു അന്തിമ തീരുമാനം എടുത്തിട്ടില്ല എന്നാണ് നെയ്മർ ജൂനിയർ പറഞ്ഞിട്ടുള്ളത്. ബ്രസീലിയൻ ലീഗിൽ തന്നെ തുടരുകയാണെങ്കിൽ അഥവാ ഫസ്റ്റ് ഡിവിഷനിൽ തന്നെ തുടരുകയാണെങ്കിൽ നെയ്മർ ജൂനിയർ കോൺട്രാക്ട് പുതുക്കും എന്നായിരുന്നു റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വരുന്ന സീസണിലും നെയ്മർ സാന്റോസിനകത്ത് തന്നെ ഉണ്ടാവാനാണ് സാധ്യത. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.